അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി വരികയാണ്. 601 ഡോക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വരുന്നത്. 84 ഡോക്ടർമാരെ പിരിച്ചുവിട്ട് കഴിഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടർമാരെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടതിന് പുറമെയാണ് ഈ തീരുമാനം. അമൽ തരം പ്രവീണ അമൽ ആവർത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുള്ള നോട്ടീസ് നൽകിയിട്ടും ഇവർ ജോലിക്ക് ഹാജരാകാൻ തയ്യാറാകത്തോണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ നടപടി. ഇവരെല്ലാം ഇവിടുത്തെ ജോലി വിട്ട് പുറം രാജ്യങ്ങളിലും മറ്റും ജോലിക്ക് പോയവരാണോ? എന്താണ് അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രതീഷ, ആരോഗ്യവകുപ്പിൽ കൂട്ട നടപടി ഉണ്ടാവുകയാണ്. ഈ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ അനധികൃതമായി വിട്ടുനിന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കി. ആ പട്ടിക തയ്യാറാക്കി അവർക്കെല്ലാവർക്കും നോട്ടീസ് നൽകുകയും ചെയ്തു. വിശദീകരണം വേണമെന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. പക്ഷേ പല ആളുകളും അതിൽ വിശദീകരണം നൽകാൻ പോലും തയ്യാറായില്ല. രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടർമാർക്കെതിരെ ഇന്നലെ നടപടി എടുത്തു. ഇന്നിപ്പോൾ കൂടുതൽ നടപടി ഉണ്ടാവുകയാണ്. അനധികൃതമായി വിട്ടുനിൽക്കുന്ന 601 ആളുകളുടെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ 84 പേരെ പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത 444 ഡോക്ടർമാർക്കെതിരെയാണ് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തവരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള 157 പേർക്കെതിരെയും നടപടി ഉണ്ടാവുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും. പിരിച്ചുവിടൽ നടപടി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 601-ൽ 84 പേർക്കെതിരെ ഇതിനോടകം തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത 3 ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്തവരുടെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡോക്ടർമാരോട് എങ്ങനെയെങ്കിലും ഇവർ MBBS ഒക്കെ കഴിഞ്ഞ് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി PSC ഒക്കെ എഴുതി സർക്കാരിൻ്റെ ഭാഗമാകും. അതിനുശേഷം പിന്നീട് അങ്ങ് ലീവ് എടുക്കും. ലീവ് എടുത്തതിന് ശേഷം ഉത്തരവാദിത്തം നിറവേറ്റാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് കൂടുതൽ പണം സമ്പാദിച്ച് തിരികെ എത്തും. വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഇവിടെ വന്ന് തല കാണിച്ച് പോകുന്ന അവസ്ഥയുള്ള ഡോക്ടർമാരുമുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും എതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഇടവിട്ട് ഇത്തരം നടപടികൾ ഉണ്ടാകാറുണ്ട്.